പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. വളരെ ഈസിയായി തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പലഹാരമാണ് ഇന്നത്തെ റെസിപ്പി. ബ്രേക്ക്ഫാസ്റ്റായിട്ടും ഈവനിങ് സ്നാക്കായിട്ടും ഒക്കെ നമുക്കിത് ഉപയോഗിക്കാം. നല്ല ടേസ്റ്റുള്ള സിമ്പിളായി തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പലഹാരമാണിത്. എങ്ങനെയാണ് ഇത് തയ്യാറാക്കാൻ നോക്കാം. ഇത് തയ്യാറാക്കാനായിട്ട് ഒരു പാത്രത്തിലേക്ക് നമുക്ക് 2 കപ്പ് ഗോതമ്പ് പൊടി എടുക്കാം. ഇതിലേക്ക് 1/2 കപ്പ് ചെറുകിയ തേങ്ങ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഉപ്പ് ചേർക്കാം. ഒരു നുള്ള് ജീരകം കൈ കൊണ്ടൊന്ന് ചെറുതായി തിരുമിയിട്ട് അതുകൂടെ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഏത് പാത്രത്തിലാണോ നമ്മൾ ഗോതമ്പ് പൊടി എടുത്തത് ആ പാത്രത്തിൽ 1 ഗ്ലാസ് വെള്ളം എടുത്ത് കുറേശ്ശെയായിട്ട് ഒഴിച്ച് ഈ മാവ് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുന്ന പോലെ ബലം പ്രയോഗിച്ച് കുഴയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ മാവ് കുഴച്ചെടുത്തിട്ടുണ്ട്. കയ്യിൽ ചെറുതായിട്ടൊന്ന് ഒട്ടിപ്പിടിക്കുന്ന രീതിയിലുള്ള ആ ഒരു പരുവത്തിലാണ് മാവ് കുഴച്ചെടുക്കേണ്ടത്. എന്നാൽ വെള്ളം അധികം ആവാനും പാടില്ല. ഇനി ഒരു പാത്രം അടുപ്പത്ത് വെച്ച് 1.5 ലിറ്റർ വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. അതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി കുഴച്ചു വെച്ചിരിക്കുന്ന ഗോതമ്പ് മാവ് ചെറിയ ഉരുളകളായിട്ട് ഉരുട്ടിയെടുക്കാം. മാവ് ചെറുതായിട്ട് ഒട്ടിപ്പിടിക്കുന്നതുകൊണ്ട് കയ്യിലേക്ക് ലേശം എണ്ണ തൂത്തിട്ട് വേണം ചെറിയ ഉരുളകളായിട്ട് നമുക്കിത് ഉരുട്ടിയെടുക്കാൻ. ഈ ഒരു വലിപ്പത്തിലാണ് മാവ് ഉരുട്ടിയെടുത്തിരിക്കുന്നത്. ഇതിലും ചെറിയ ഉരുളകൾ വേണമെങ്കിൽ അങ്ങനെ ഉരുട്ടിയെടുക്കാവുന്നതാണ്. ഇനി തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തിലേക്ക് ഈ ഉരുളകൾ ഓരോന്നായിട്ട് നമുക്ക് ഇട്ടുകൊടുക്കാം. അതിനുശേഷം അടച്ചു വെച്ച് ഒരു 20-25 മിനിറ്റ് ലോ ഫ്ലെയിമിൽ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇടയ്ക്ക് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. ചെറിയ ചെറിയ ഉരുളകളായിട്ടാണ് ഇത് ഉരുട്ടിയെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കിത് ആവിയിൽ പുഴുങ്ങിയെടുക്കാൻ പറ്റില്ല, ഒട്ടിപ്പിടിച്ചു പോവും. അതുകൊണ്ടാണ് വെള്ളത്തിലിട്ട് വേവിച്ചെടുക്കുന്നത്. ആ ഉരുളകളെല്ലാം നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഒരു പാത്രം അടുപ്പത്ത് വെച്ച് നമുക്കതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. 1/2 ടീസ്പൂൺ കടുകും 1 ഉള്ളി നേരിയതായി അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും 1 പച്ചമുളക് ചീന്തിയതും 2-3 വെളുത്തുള്ളി ചതച്ചതും കൂടെ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നമ്മൾ ഉണ്ടാക്കിയ ഉരുളകൾ വേവുന്നതിനായി ഞാൻ വേറെ അടുപ്പിലേക്ക് മാറ്റി വെച്ചിരുന്നു. ഇപ്പൊ അതെല്ലാം നന്നായി വെന്തിട്ടുണ്ട്. ഇനി അത് കോരിയെടുത്തിട്ട് നമുക്ക് ആ കടുക് പൊട്ടിച്ചതിലേക്ക് ചേർത്ത് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം. അധികം ചേർക്കണ്ട, 2-3 ടേബിൾ സ്പൂൺ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇതിനൊരു 2-3 മിനിറ്റ് നേരം കൂടെ അടുപ്പത്ത് വെക്കാം. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാം. നല്ല ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പലഹാരമാണിത്. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ഒന്ന് ലൈക്ക് ചെയ്യുകയും കൂടെ ചെയ്യണേ.